നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കരിമണൽ കമ്പനി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ഇപ്പോൾ കൂടുതൽ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന സൂചനകളാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നടത്തിയ വളരെ വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടും അതിലെ കണ്ടെത്തലുകളുമൊക്കെ തന്നെ EDക്ക് കൈമാറിയതോടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നേരിട്ട് അന്വേഷണത്തിൻ്റെ മുൾമുന നീളാനായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ ഭരണകാലയളവിൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ പദവിയും സ്വാധീനവും ഉപയോഗിച്ച് പ്രസ്തുത സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട രീതിയിൽ സർക്കാർ തലത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പരിശോധിക്കുന്നത്. കേവലം ഒരു IT കമ്പനിയുടെ കൺസൾട്ടൻസി ഇടപാട് എന്നതിനപ്പുറമായിട്ട് മുൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടന്ന വലിയൊരു അഴിമതിയുടെ ലീഡാണ് ഇതെന്നാണ് EDയുടെ പ്രാഥമിക നിഗമനം. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം മുൻ സർക്കാരിൻ്റെ കാലത്തെ വലിയ നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഇവിടെ തയ്യാറെടുക്കുന്നത്. വിവാദപരമായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടിലെ പ്രധാന സൂത്രധാരൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാത്രമല്ലെന്നും ഇതിന് പിന്നിൽ വലിയൊരു അഴിമതി ശൃംഖല തന്നെയുണ്ട് എന്നുമാണ് SFIO റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വിരൽ ചൂണ്ടുന്നത്. ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എക്സാലോജിക് എന്ന IT സ്ഥാപനത്തിന് കരിമണൽ കർത്തയുടെ കമ്പനിയുമായി എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്നും യാതൊരുവിധ സേവനങ്ങളും നൽകാതെ എങ്ങനെയാണ് ഇത്രയും വലിയ തുക കരാർ വ്യവസ്ഥയിൽ ലഭിച്ചത് എന്നുമാണ് ED ഇപ്പോൾ ഇവിടെ ആഴത്തിൽ പരിശോധിക്കുന്നത്. ഈ അന്വേഷണ വഴികളൊക്കെ തന്നെ ചെന്നെത്തുന്നത് മുൻ പിണറായി സർക്കാരിൻ്റെ കാലത്തെ വ്യവസായ വകുപ്പിലേക്കും മൈനിങ് അനുമതികളിലേക്കും കൂടിയായതിനാൽ തന്നെ CPM സംസ്ഥാന നേതൃത്വം വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാണ്. ഇരട്ടച്ചങ്കൻ എന്ന പ്രതിച്ഛായയുമായിട്ട് 10 വർഷക്കാലം സംസ്ഥാനം ഭരിച്ച ഒരു മുതിർന്ന നേതാവിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി നീങ്ങുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിൽ AKG സെൻറ്ററിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കേസിൽ നിന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും മകളെയും സംരക്ഷിക്കുന്നതിനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾക്ക് തടയിടുന്നതിനുമായിട്ട് പിണറായി വിജയൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര ആവശ്യമാണെന്ന കടുംപിടുത്തത്തിന് പിന്നിൽ തനിക്കും കുടുംബത്തിനും നേരെ ഉയരാൻ സാധ്യതയുള്ള നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് ഒരു പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് എന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവെന്ന ഭരണഘടനാ പദവിയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളുടെ പെട്ടെന്നുള്ള നീക്കങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പിണറായി വിജയൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ SFIO റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ പ്രതിരോധങ്ങളെയെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ളതാണെന്നും ഇതൊരു വലിയ സാമ്പത്തിക അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണം മുൻ മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുകളിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ 2.25 കോടി രൂപ എന്നത് യഥാർത്ഥ അഴിമതിയുടെ ഒരു പുകമറ മാത്രമാണെന്നും കോടാനുകോടിയുടെ വലിയൊരു ബിസിനസ് ഡീലിംഗ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നുമാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഈ പണമിടപാടുകളിൽ വലിയൊരു പങ്ക് വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UAE സർക്കാരുമായി ബന്ധപ്പെട്ട് ED പ്രാഥമിക അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയൻ്റെ മകൻ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നതിനാൽ തന്നെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചുള്ള അന്വേഷണം മുറുകുന്നതോടെ കുടുംബം മൊത്തത്തിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായിട്ടുള്ള SFIOയും EDയും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറുന്നതിൽ തുടക്കത്തിൽ ഉണ്ടായ താമസം വലിയ തോതിലുള്ള രാഷ്ട്രീയ ഒത്തുകളി ആരോപണങ്ങൾക്ക് വഴി തുറന്നിരുന്നു. ഒരേ സർക്കാരിന് കീഴിലുള്ള 2 ഏജൻസികളായിരുന്നിട്ടും ED ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് നൽകാനായിട്ട് SFIO മടി കാണിച്ചതിന് പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഡീലുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമായി. മുൻ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള BJPയുടെ ഉന്നത നേതൃത്വവുമായുള്ള അവിശുദ്ധ ബന്ധമാണ് 10 വർഷക്കാലമായിട്ട് ഈ കേസുകളെല്ലാം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നും കേവലം ഒരു രാഷ്ട്രീയ ഭയപ്പെടുത്തലിന് വേണ്ടിയാണോ ഈ നാടകങ്ങളെന്നും പല ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ED സംഘത്തിലുള്ള ചില സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിലപാടാണ് അന്വേഷണം വീണ വിജയനിലേക്കും തുടർന്ന് പിണറായി വിജയനിലേക്കും കൃത്യമായി എത്തിക്കാനായിട്ട് കാരണമായതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. കേരളത്തിൻ്റെ പൊതുസമ്പത്തായിട്ടുള്ള കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാഫിയ ലോബിയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്നും ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുണ്ടെന്നുമാണ് പുറത്തുവരുന്ന രേഖകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പൊതുജനങ്ങൾ നികുതി ഭാരത്താൽ ബുദ്ധിമുട്ടുമ്പോഴും ക്ഷേമ പെൻഷനുകൾ പോലും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലും ഭരണാധികാരികളുടെ കുടുംബം കോടികളുടെ അഴിമതി നടത്തി എന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം ജനങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച്
നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ ഈ അഴിമതിക്ക് പിന്നിലുള്ള വലിയ സ്രാവുകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്വേഷണത്തോട് സഹകരിക്കാതെ മുൻപ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്ന വീണ വിജയൻ കഴിഞ്ഞ ദിവസം ED ഓഫീസിൽ ഹാജരായതിന് പിന്നിലും വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും സൂചനയുണ്ട്. ED നിശ്ചയിച്ചിരുന്ന തീയതിക്കും 3 ദിവസം മുൻപേ തന്നെ അപ്രതീക്ഷിതമായി ഹാജരായി ചോദ്യം ചെയ്യലിന് ഇരുന്നു കൊടുത്തത് SFIO കൈമാറിയ നിർണായകമായിട്ടുള്ള ഫയലുകൾ അത് ED ഉദ്യോഗസ്ഥർ വിശദമായിട്ട് പഠിക്കുന്നതിന് മുൻപേ തന്നെ മൊഴി നൽകി രക്ഷപ്പെടാം എന്ന കണക്കുകൂട്ടലായിരുന്നു. എന്നാൽ ഈ നീക്കം മുൻകൂട്ടി കണ്ട ED ഉദ്യോഗസ്ഥർ പ്രാഥമികമായ ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് മൊഴി രേഖപ്പെടുത്തുകയും ഫയലുകളൊക്കെ വിശദമായി പഠിച്ച ശേഷം അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാൻ കർശന നിർദ്ദേശം നൽകുകയുമാണ് ഉണ്ടായത്. ഏതായാലും ഈ കേസ് തങ്ങൾ വിചാരിച്ചതിലും വലിയ കുരുക്കിലേക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയതോടെയാണ് വീണ്ടും രാഷ്ട്രീയ വേട്ടയാടൽ എന്ന സ്ഥിരം പ്രതിരോധ കാർഡുമായിട്ട് രംഗത്തിറങ്ങാനായിട്ട് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. കരിമണൽ കമ്പനിയുടെ ഡയറിയിൽ പിണറായി വിജയന്റെയും മകളുടെയും പേര് മാത്രമല്ല പല പ്രമുഖ നേതാക്കളുടെയും പേരുകൾ ഉള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക് തന്നെ സംസാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ED ഉദ്യോഗസ്ഥർ ഉന്നയിച്ച പല സാങ്കേതിക ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാനായിട്ട് വീണ വിജയന് കഴിഞ്ഞിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന ആധികാരികമായിട്ടുള്ള വിവരം. തൻ്റെ സ്വന്തം കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് CMRLന് എന്ത് തരത്തിലുള്ള IT സേവനമാണ് നൽകിയതെന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് നൽകിയതെങ്കിലും ED റെയ്ഡിൽ പിടിച്ചെടുത്ത 134 നിർണായക രേഖകളും SFIO കണ്ടെത്തിയ അക്കൗണ്ട് വിവരങ്ങളുമൊക്കെ തന്നെ മുന്നിൽ നിർത്തിയപ്പോൾ പല ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി വന്നു. സ്വന്തം കമ്പനിയുടെ യഥാർത്ഥ സാങ്കേതിക പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്പനി ഉടമയ്ക്ക് തന്നെ അറിവില്ലാത്ത സ്ഥിതിക്ക് ഈ കമ്പനി വെറും ഒരു അഴിമതിപ്പണം വെളുപ്പിക്കാനുള്ള മറ മാത്രമായിരുന്നുവെന്ന EDയുടെ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ തൻ്റെ മുഖത്തെ ഭയമോ ശരീരഭാഷയോ പ്രകടമാകാതിരിക്കാൻ ചോദ്യം ചെയ്യലിന് ഹാജരായ 2 തവണയും മാസ്ക് ധരിച്ചാണ് വീണ വിജയൻ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. മുതിർന്ന അഭിഭാഷകരുടെ കൃത്യമായ ഉപദേശപ്രകാരം ശരീരഭാഷ എങ്ങനെയായിരിക്കണം, ചോദ്യങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് പഠിച്ചാണ് അവർ എത്തിയതെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾക്ക് മുന്നിൽ ആ തന്ത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. കേസ് രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാനായിട്ട് CPM എത്രയൊക്കെ ശ്രമിച്ചാലും നിയമപരമായിട്ടുള്ള തെളിവുകളുടെയും രേഖകളുടെയും മുന്നിൽ പാർട്ടിക്കൊടുവിൽ തല ഉണിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഏതായാലും വരാനിരിക്കുന്ന 3ാം ഘട്ട ചോദ്യം ചെയ്യലിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളുമായിട്ട് ED രംഗത്തിറങ്ങുമ്പോൾ ഈ കേസ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെയും മുൻ സർക്കാരിൻ്റെ കാലത്തെയും ഏറ്റവും വലിയ അഴിമതിയുടെ മുഖംമൂടി അഴിക്കുന്ന ഒന്നായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്.